നമസ്കാരം. ബിടെക് BSc കഴിഞ്ഞ് ജോലി നോക്കുന്നവർക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയിൽ നിന്നൊരു സൂപ്പർ അവസരം വന്നിട്ടുണ്ട്. യാതൊരു പരീക്ഷയുമില്ലാതെ മാർക്ക് അടിസ്ഥാനത്തിൽ നേരിട്ട് സെലക്ഷൻ നടത്തുന്നു. മാസം 12,300 രൂപ സ്റ്റൈഫൻഡായിട്ട് ലഭിക്കുന്നു. DRDOയുടെ ബംഗളൂരു DEBL ലാബിലേക്ക് 28 അപ്രന്റീസ് ഒഴിവുകൾ വന്നിട്ടുണ്ട്. മെക്കാനിക്കൽ, ECE, കമ്പ്യൂട്ടർ സയൻസ്, കെമിക്കൽ, ബയോമെഡിക്കൽ, ഫിസിക്സ്, അക്കൗണ്ട്സ്, ലൈബ്രറി സയൻസ് എല്ലാ സ്ട്രീമിനും ചാൻസ് ഉണ്ട്. 2022 ശേഷം പാസ്സായവർക്ക് അപേക്ഷിക്കാം. അവസാന തീയതി 2026 മെയ് 29 ഇനി എങ്ങനെ അപേക്ഷിക്കണം, യോഗ്യത എന്തൊക്കെയാണ്, ആർക്കൊക്കെ അപേക്ഷിക്കാം, മുഴുവൻ കാര്യങ്ങളും വിശദമായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മുഴുവൻ വിവരങ്ങൾ അറിയാനായിട്ട് സാധിക്കുള്ളൂ. ഈ റിക്രൂട്ട്മെന്റ് വിശദവിവരത്തിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താൻ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനടി തന്നെ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ജോലി അന്വേഷിക്കുന്ന സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് ഉപകാരപ്പെടും. ഇനി എന്താണ് DEBL എന്ന് നോക്കാം. DEBL എന്ന് പറഞ്ഞാൽ ഡിഫൻസ് ബയോ എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രോ മെഡിക്കൽ ലബോറട്ടറി ആണ്. ഇത് DRDOയുടെ ബംഗളൂരിലുള്ള ഒരു പ്രധാന ലാബാണ്. ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. ഇവിടെ എന്താണ് ചെയ്യുന്നത്? സൈനികർക്ക് വേണ്ടിയുള്ള ലൈഫ് സപ്പോർട്ട് സിസ്റ്റം, ബയോമെഡിക്കൽ ഡിവൈസസ്, എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ സിസ്റ്റം, എയർ ക്രൂ പ്രൊട്ടക്റ്റീവ് സിസ്റ്റം എന്നിവ ഇവിടെ ഗവേഷണം നടത്തി ഉണ്ടാക്കുന്നു. ഉദാഹരണത്തിന് ഫൈറ്റർ പൈലറ്റുമാർക്ക് വേണ്ടിയിട്ടുള്ള ഓക്സിജൻ മാസ്ക്, ഉയർന്ന മലനിരകളിൽ പട്ടാളക്കാർക്ക് വേണ്ടിയുള്ള പ്രത്യേക വസ്ത്രങ്ങൾ, മെഡിക്കൽ ഉപകരണം എന്നിവ നിർമ്മിക്കുന്നതാണ്. നിങ്ങൾ ഗ്രാജുവേറ്റ് അപ്രന്റീസായി സെലക്ട് ആയി കഴിഞ്ഞാൽ ഈ ടെക്നോളജിയിൽ നേരിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. 1 വർഷത്തെ ട്രെയിനിങ് ആണ്. ഇത് സർക്കാർ ജോലിയല്ല, പക്ഷെ DRDO പോലെ ഒരു സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കരിയറിന് വലിയ വെയിറ്റേജ് ആണ്. ഭാവിയിൽ DRDO, ISRO, HAL, BEL പോലുള്ള സ്ഥാപനങ്ങളിൽ ജോലി കിട്ടാൻ ഇത് സഹായിക്കും. ഇനി ഒഴിവുകൾ എത്ര, ഏതൊക്കെ സ്ട്രീം എന്നത് നോക്കാം. ആകെ 28 ഒഴിവുകളാണുള്ളത്. ഏത് ബ്രാഞ്ചുകാർക്ക് എത്ര ഒഴിവുണ്ടെന്ന് നോക്കാം. ഒന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്, 7 ഒഴിവുകളാണ്. ഇതിലേക്ക് അപേക്ഷിക്കാൻ BE BTech ആവശ്യമാണ്. രണ്ടാമത്തേത് ഇലക്ട്രോണിക്സ്, ECI, E&I ആണ്. അതിൽ ഒഴിവുകൾ വന്നിട്ടുള്ളത് 6 എണ്ണമാണ്. ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് BE BTech ആണ് ആവശ്യം. മൂന്നാമത്തേത് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ആണ്. അതിൽ 3 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത BE BTech BSc ആണ്. നാലാമത്തേത് കെമിക്കൽ എഞ്ചിനീയറിംഗ് കെമിസ്ട്രി ആണ്. 4 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത BE BTech BSc ആണ്. അഞ്ചാമത്തേത് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. 4 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. അതിൽ ആവശ്യം BTech ആണ്. 6 ടെക്സ്റ്റൈൽസ് എഞ്ചിനീയറിംഗ് ആണ്. 1 ഒഴിവാണ് വന്നിട്ടുള്ളത്. അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത BE BTech ആണ്. ഏഴാമത്തേത് ലൈബ്രറി സയൻസ് ആണ്. 1 ഒഴിവാണ് വന്നിട്ടുള്ളത്. അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത BLIS അല്ലെങ്കിൽ MLISC ആണ്. എട്ടാമത്തേത് ഫിസിക്സ് ആണ്. 1 ഒഴിവാണ് വന്നിട്ടുള്ളത്. വിദ്യാഭ്യാസ യോഗ്യത BSc ആണ്. ഒമ്പതാമത്തേത് അക്കൗണ്ട്സ് ആണ്. 1 ഒഴിവാണ് വന്നിട്ടുള്ളത്. BCom ആണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. BSc ഫിസിക്സ്, BCom, BLISC പഠിച്ചവർക്കും ചാൻസ് ഉണ്ടെന്നത് വലിയ കാര്യമാണ്. എഞ്ചിനീയറിംഗ് അല്ലാത്തവർക്കും അപേക്ഷിക്കാം. ടോട്ടൽ 28 പേർക്കാണ് അവസരമുള്ളത്. ഇനി ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് നോക്കാം. യോഗ്യത വളരെ പ്രധാനമാണ്. തെറ്റിയാൽ അപേക്ഷ റിജക്റ്റ് ആവും. 4 പ്രധാന നിബന്ധനകളുണ്ട്. 1, നിങ്ങൾ മുമ്പ് എവിടെയെങ്കിലും അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് ചെയ്തിട്ടുണ്ടാകരുത്. ഇത് ആദ്യത്തെ അപ്രന്റീസ്ഷിപ്പ് ആയിരിക്കണം. 2, നിങ്ങൾക്ക് 1 വർഷമോ അതിൽ കൂടുതലോ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകാനായിട്ട് പാടില്ല. ഫ്രഷേഴ്സിന് മാത്രമുള്ള അവസരമാണ്. കോളേജ് പഠിക്കുമ്പോൾ ചെയ്ത ഇന്റേൺഷിപ്പ് കുഴപ്പമില്ല. മൂന്നാമത്തേത്, നിങ്ങൾ ഗ്രാജുവേറ്റ് കോഴ്സ് പാസ്സായിട്ട് 5 വർഷം കഴിഞ്ഞിരിക്കരുത്. അതായത് DEBLൽ ജോയിൻ ചെയ്യുന്ന തീയതി 2026 ജൂൺ 1 അന്ന് നോക്കുമ്പോൾ നിങ്ങൾ 2021 ജൂലൈ 1 ശേഷം പാസ്സായവർ ആയിരിക്കണം. ലളിതമായി പറഞ്ഞാൽ 2022, 2023, 24, 25, 26 പാസ്സായവർക്ക് അപേക്ഷിക്കാം. 2021 പാസ്സായവർക്ക് ചാൻസ് ഇല്ല. നാലാമത്തേത്, റെഗുലർ കാൻഡിഡേറ്റ്സായി പഠിച്ചവരായിരിക്കണം. കറസ്പോണ്ടൻസ്, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, പാർട്ട് ടൈം വഴി ഡിഗ്രി എടുത്തവർക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റില്ല. പ്രായപരിധി നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടില്ല. സാധാരണ അപ്രന്റീസ് ആക്ട് പ്രകാരം 14 വയസ്സിന് മുകളിലായാൽ മതി. ഇനി ലഭിക്കുന്ന സ്റ്റൈബണ്ടും മറ്റ് ആനുകൂല്യങ്ങളും നോക്കാം. തിരഞ്ഞെടുക്കപ്പെടുന്ന എല്ലാവർക്കും മാസം 12,300 രൂപ സ്റ്റൈബൻഡായിട്ട് ലഭിക്കും. ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ അപ്രന്റീസ്ഷിപ്പ് നിയമപ്രകാരമുള്ള തുകയാണ്. ഇത് ശമ്പളമല്ല, സ്റ്റൈബൻഡ് ആണ്. അതുകൊണ്ട് PF, ESI പോലുള്ള കിഴിവുകൾ ഉണ്ടാകില്ല. മുഴുവൻ തുകയും കയ്യിൽ കിട്ടും. ബംഗളൂരിൽ താമസിക്കാനും യാത്ര ചെയ്യാനുമുള്ള TADA, ട്രാവൽ അലവൻസ്, ഡെയിലി അലവൻസ് ഒന്നും കിട്ടില്ല. സ്വന്തം ചെലവിൽ ബംഗളൂരിൽ വന്ന് ജോയിൻ ചെയ്യണം. താമസവും ഭക്ഷണവും സ്വന്തം ചെലവിൽ കണ്ടെത്തണം. DEBLൽ കാന്റീൻ ഉണ്ട്. സബ്സിഡി നിരക്കിൽ ഭക്ഷണം കിട്ടും. 1 വർഷം കഴിയുമ്പോൾ അപ്രന്റീസ്ഷിപ്പ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും. ഇത് ഇന്ത്യയിൽ എവിടെയും വിലയുള്ള സർട്ടിഫിക്കറ്റ് ആണ്. അടുത്ത സെലക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. പരീക്ഷയുണ്ടോ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. ഇതാണ് എല്ലാവരും ചോദിക്കുന്ന കാര്യം. പരീക്ഷയുണ്ടോ? പരീക്ഷയില്ലെന്നതാണ്. എഴുത്തു പരീക്ഷയോ ഓൺലൈൻ ടെസ്റ്റോ ഇല്ല.
സെലക്ഷൻ പൂർണ്ണമായും മെറിറ്റ് അടിസ്ഥാനത്തിലാണ്. നിങ്ങളുടെ ഡിഗ്രി അല്ലെങ്കിൽ BScയിൽ കിട്ടിയ മാർക്കിന്റെ പെർസെന്റേജ് നോക്കിയാണ് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. ഉദാഹരണം, മെക്കാനിക്കൽ 7 ഒഴിവുണ്ട്. മെക്കാനിക്കിന് അപേക്ഷിച്ചവരിൽ ഏറ്റവും കൂടുതൽ ശതമാനം മാർക്കുള്ള 7 പേരെ സെലക്ട് ചെയ്യും. 85% മാർക്കുള്ള ഒരാളും 82% ഒരാളുണ്ടെങ്കിൽ 85% ആൾക്ക് ആദ്യ ചാൻസ് ലഭിക്കും. മാർക്ക് സമം വന്നാൽ എന്ത് ചെയ്യുമെന്നൊരു ഡൗട്ട്സ് ഉണ്ടാവും. അപ്പോൾ ഇന്റർവ്യൂ അല്ലെങ്കിൽ ഇന്ററാക്ഷൻ ഉണ്ടാകാം. പക്ഷെ അതും നിർബന്ധമില്ല. ഡയറക്ടർ DBLന്റെ ഒരു ബോർഡ് അപേക്ഷകൾ പരിശോധിച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. സെലക്ട് ആയവരെ മാത്രമേ ഇമെയിൽ അല്ലെങ്കിൽ ഫോൺ വഴി അറിയിക്കൂ. സെലക്ട് ആകാത്തവർക്ക് ഒരു വിവരവും ലഭിക്കില്ല. അതുകൊണ്ട് അപേക്ഷിച്ചിട്ട് കാത്തിരിക്കണം. ഇനി എങ്ങനെ അപേക്ഷിക്കാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. അപേക്ഷിക്കാൻ 2 സ്റ്റെപ്പ് ഉണ്ട്. ഇത് തെറ്റിയാൽ അപേക്ഷ റിജക്റ്റ് ആവും. ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യം നിങ്ങൾ NATS പോർട്ടൽ രജിസ്ട്രേഷൻ ചെയ്യണം. അതിൽ mhrDNATS.government.in എന്ന വെബ്സൈറ്റിൽ കയറി സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ ചെയ്യണം. ഇത് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് സ്കീമിന്റെ പോർട്ടലാണ്. രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും മാർക്ക് ലിസ്റ്റും ഫോട്ടോയും ഒപ്പം അപ്ലോഡ് ചെയ്യണം. രജിസ്റ്റർ ചെയ്ത ശേഷം നിങ്ങളുടെ കോളേജ് അല്ലെങ്കിൽ റീജിയണൽ ബോർഡ് ഓഫ് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് ഇത് വെരിഫൈ ചെയ്യും. വെരിഫൈ ആയാൽ നിങ്ങൾക്ക് ഒരു എൻറോൾമെന്റ് നമ്പർ കിട്ടും. ഇത് നിർബന്ധമാണ്. അടുത്ത സ്റ്റെപ്പ് DEBLന് അപേക്ഷിക്കുക. NATSൽ രജിസ്റ്റർ ചെയ്ത ശേഷം വീണ്ടും മുമ്പ് പറഞ്ഞിട്ടുള്ള അതേ വെബ്സൈറ്റിൽ തന്നെ ലോഗിൻ ചെയ്യണം. അവിടെ അപ്ലൈ അഗെയിൻസ്റ്റ് അഡ്വർടൈസ്ഡ് വാക്കൻസീസ് എന്ന ഓപ്ഷൻ കാണാം. അതിൽ കയറി ഡിഫൻസ് ബയോ എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രോ മെഡിക്കൽ ലബോറട്ടറി സെർച്ച് ചെയ്യുക. അല്ലെങ്കിൽ NATS യൂസർ ID കൊടുക്കുക. ആ യൂസർ ID ഉപയോഗിച്ച് DEBLന്റെ 28 ഒഴിവുകൾ കാണിക്കും. നിങ്ങളുടെ ബ്രാഞ്ച് സെലക്ട് ചെയ്ത് അപ്ലൈ കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, DEBLന്റെ വെബ്സൈറ്റിലോ DRDO വെബ്സൈറ്റിലോ നേരിട്ട് അപേക്ഷിക്കാൻ പറ്റില്ല. NATS പോർട്ടൽ വഴി മാത്രമേ അപേക്ഷിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപേക്ഷിക്കേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അവസാന തീയതി വരുന്നത് 2026 മെയ് 29 ഈ തീയതിക്ക് മുമ്പ് NATS രജിസ്റ്ററും DEBLന്റെ അപേക്ഷയും രണ്ടും പൂർത്തിയാക്കണം. സമയം രാത്രി 11:59 വരെ മാത്രമാണ്. ജോയിൻ ചെയ്യുന്ന തീയതി 2026 ജൂലൈ 1. ജോയിൻ ചെയ്യുന്ന തീയതി വരുന്നത് 2026 ജൂലൈ 1. സെലക്ട് ആയി കഴിഞ്ഞാൽ ഈ തീയതിക്ക് ബംഗളൂരു DEBL റിപ്പോർട്ട് ചെയ്യണം. കാലാവധി വരുന്നത് 1 വർഷമാണ്. 2026 ജൂലൈ 1 മുതൽ 2027 ജൂൺ 30 വരെയാണ്. ഇനി മറ്റ് നിബന്ധനകൾ നോക്കാം. ഒന്നാമത്തേത്, ഇത് 1 വർഷത്തെ ട്രെയിനിങ് മാത്രമാണ്. ട്രെയിനിങ് കഴിഞ്ഞാൽ DRDOയിൽ സ്ഥിര ജോലി കിട്ടുമെന്ന് ഉറപ്പില്ല. പക്ഷെ പിന്നീട് DRDOയിൽ വരുന്ന ഒഴിവുകളിൽ അപ്രന്റീസുകൾക്ക് മുൻഗണന കിട്ടാറുണ്ട്. 2, സെലക്ഷൻ ആയ ശേഷം ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും പരിശോധിക്കും. വ്യാജരേഖ കൊടുത്താൽ അപ്പോൾ പുറത്താകും. മൂന്നാമത്തേത്, പൂർത്തിയാക്കാത്ത അപേക്ഷകൾ, തെറ്റായ വിവരങ്ങളുള്ള അപേക്ഷകൾ എന്നിവ യാതൊരു അറിയിപ്പുമില്ലാതെ റിജക്ട് ചെയ്യപ്പെടും. അപ്പോൾ അതാണ് DRDO DEBL ഗ്രാജുവേറ്റ് അപ്രന്റീസ് റിക്രൂട്ട്മെന്റ് 2026 പൂർണ്ണ വിവരങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ 28 ഒഴിവുകളോടെ 12,300 രൂപ സ്റ്റൈബൻഡായിട്ട് ലഭിക്കും. BTech BSc PG പാസ്സായവർക്കും ഫ്രഷേഴ്സിനും അപേക്ഷിക്കാം. പരീക്ഷയില്ല. മാർക്ക് അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ നടക്കുന്നത്. അവസാന തീയതി 2026 മെയ് 29. 2022 മുതൽ 2026 വരെ പാസ്സായ മെക്കാനിക്കൽ, ECE, CS, കെമിക്കൽ, ബയോമെഡിക്കൽ, ഫിസിക്സ്, BCom, ലൈബ്രറി സയൻസ് പഠിച്ചവർ ഉടൻ NATS പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് അപേക്ഷിക്കുക. അവസാന ദിവസം വരെ കാത്തിരിക്കരുത്. സംശയങ്ങൾ ഉണ്ടെങ്കിൽ hr.debl@government.in എന്ന ഇമെയിൽ ചോദിക്കാം. ഈ വീഡിയോ നിങ്ങളുടെ BTech BSc കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. DRDOയിൽ കയറാനുള്ള സുവർണ അവസരമാണ്. നോട്ടിഫിക്കേഷന്റെ PDF ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അടുത്ത സെൻട്രൽ ഗവൺമെന്റ് ജോബ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.